പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രകൃതി ചികിത്സ ശാസ്ത്രീയമാണോ അതോ അലോപ്പതി തന്നെയാണോ ശാസ്ത്രം, ഏക ശാസ്ത്രം? ഇത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടക്കുന്ന വലിയ സംവാദ വിഷയമാണ്. ഇതാ വീണ്ടും ഒരു സംവാദം കൂടെ വരാൻ പോകുന്നു. ചിലപ്പോൾ 2 സംവാദങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായ സി രവിചന്ദ്രൻ ഞാനുമായി ഒരു സംവാദത്തിന് തയ്യാറാണ് എന്ന് പാലക്കാട് നിന്നുള്ള ഒരു സംഘം വിളിച്ചറിയിച്ചിട്ടുണ്ട്. എൻ്റെ ദിവസം അവർ ചോദിച്ചിട്ടുണ്ട്. സി രവിചന്ദ്രൻ ഏപ്രിൽ മാസം അവസാനം വരെ തിരക്കിലാണ്. അത് കഴിഞ്ഞുള്ള ഒരു ദിവസം നൽകാമെന്നാണത്രേ അവരെ അറിയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഏതു മാസവും 15-ാം തീയതിക്ക് ശേഷമുള്ള ഒരു സമയം കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. കഴിയുന്നത് നേരത്തെ വിവരം കിട്ടിയാൽ ഞാൻ എൻ്റെ ദിവസം സൗകര്യപ്രദമാക്കാമെന്ന് നെന്മാറയിൽ നിന്ന് വിളിച്ച രാധാകൃഷ്ണനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സി രവിചന്ദ്രനുമായുള്ള പ്രകൃതി ചികിത്സാ സംവാദം ശ്രദ്ധേയമാകും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ സംവാദം നടന്നത് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലെ ചങ്ങമ്പുഴ ഹാളിലായിരുന്നു. വയനാട് നിന്നുള്ള ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജോസ്റ്റിനായിരുന്നു അലോപ്പതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പ്രകൃതി ചികിത്സയുടെ ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. അത് 2 പേരും യൂട്യൂബിലിട്ടു. നിരവധിയായ കമൻറ്റുകൾ വന്നു. പ്രകൃതി ചികിത്സയുടെ രീതികൾ ശാസ്ത്രീയമാണ്. ഞാൻ വിശദീകരിച്ചത് മെഡിക്കൽ ടെക്സ്റ്റുകൾ ആധാരമാക്കിക്കൊണ്ടാണ്. മെഡിക്കൽ ടെക്സ്റ്റുകൾ, മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റുകൾക്കനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യുന്നത് പ്രകൃതി ചികിത്സകരാണ് എന്ന് ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അത് കാണാത്ത രീതിയിലുള്ള ഒരവതരണമായിരുന്നു ജോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം മെയ് 10-ാം തീയതി തൊടുപുഴ ടൗൺ ഹാളിൽ ഒരു യുക്തിവാദി സംഘടനയുടെ സംവാദം ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ഡോക്ടർ KP മോഹനനാണ് ആ സംവാദത്തിൽ അലോപ്പതിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ പലപ്പോഴും ഈ സംവാദങ്ങളിൽ യഥാർത്ഥ വാദങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്കിനെ, ഒരു ഉപമയെ അത് വലിയ കാര്യമാക്കി സമയം കളഞ്ഞ് തടിയപ്പുകയാണ് പലപ്പോഴും എതിർഭാഗത്തുള്ളവർ ചെയ്തു വരുന്നതായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലഘു ലേഖയാക്കി പ്രകൃതി ചികിത്സയും അലോപ്പതിയും അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ എഴുതി. വിശദമായെന്ന് പറയാൻ പറ്റില്ല, ചുരുക്കിയാണ്. പക്ഷേ ഓരോ പോയിൻറ്റും ആവശ്യമുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ഇത് എതിർ സംവാദകന് നൽകി. ഞാനും അവിടെ വായിച്ചു. ഒരു കാര്യത്തിന് പോലും മറുപടി ഉണ്ടായില്ല എന്ന് അവിടെ പങ്കെടുത്ത പലരും പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറയുകയുണ്ടായി. അത് വളരെ ശരിയാണ്, ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 14-ാമത്തെ പേജിൽ പറയുന്നൊരു കാര്യമാണ്, വിഷമാകുന്നത് കൂടിയ ഡോസിലാണെന്ന വാദം തെറ്റാകുന്നത്. പലപ്പോഴും ഇവർ പറയുന്നത് പാരാസിറ്റമോള് നിങ്ങളീ പറയുന്ന പോലെ എലി ചാകുമായിരിക്കും. 2 പാരാസിറ്റമോൾ പൊടിച്ച് ചോറി കുഴച്ച് വെച്ചാൽ 5-8 എലികൾ 4 ദിവസം കൊണ്ട് ചാകുമായിരിക്കാം. പക്ഷേ അത് എലിക്ക് കൂടിയ ഡോസായതുകൊണ്ടാണ്. എലിക്കും കുറഞ്ഞ അളവിലുള്ള പാരാസിറ്റമോളാണെങ്കിൽ എലി ചാവില്ലായിരുന്നല്ലോ. അപ്പോൾ വിഷമാകുന്നത് ഡോസ് അനുസരിച്ചാണ്. കുറഞ്ഞ ഡോസാണെങ്കിൽ കുഴപ്പമില്ല, ശാസ്ത്രീയമാണ് എന്നൊരു വാദം ഇവർ ഉയർത്താറുണ്ട്. അപ്പം അതിന് ഞാൻ മറുപടി പറഞ്ഞത്, കുറഞ്ഞ ഡോസിൻ്റെ അക്യുമുലേറ്റീവ് ഇഫക്റ്റ്, അത് കഴിച്ച പാരാസിറ്റമോളിൻ്റെ അംശങ്ങളെല്ലാം കരൾ സൂക്ഷിച്ചു വയ്ക്കും. വിഷങ്ങളെ നിർവീര്യമാക്കേണ്ടത്, സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ജോലി കരളിനുണ്ട്. അപ്പോൾ ഈ അക്യുമുലേറ്റീവ് ഇഫക്റ്റ് പല പ്രാവശ്യമാകുമ്പോൾ കൂടിയ ഡോസിൻ്റെ തകരാറുണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു.
മറുപടി ഉണ്ടായില്ല. അതുമാത്രമല്ല, ഞാൻ അന്നവിടെ ഉന്നയിക്കാതിരുന്ന ഒരു വിഷയം കൂടെ, കുറഞ്ഞ ഡോസിലുള്ള വിഷം മരുന്ന് എന്ന പേരിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ ഡോക്ടറുടെ മേൽനോട്ടമനുസരിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. BP-യുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ തകരാറിന് അല്പം മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രോസ്റ്റേറ്റിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, കാൽമുട്ട് തേയ്മാനത്തിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, കണ്ണിൽ നിങ്ങളൊരു തുള്ളി മരുന്ന് ഒഴിക്കുന്നുണ്ട്. പനി വരുമ്പോൾ നിങ്ങളൊരു പനിമരുന്ന് കൂടെ കഴിച്ചെന്ന് വരും. എവിടെയെങ്കിലും തട്ടിമുട്ടി വീണാൽ വേദനയുടെ മരുന്ന് കൂടെ കഴിച്ചെന്ന് വരും. ഇങ്ങനെ 8ഉം 10ഉം തരത്തിലുള്ള മരുന്നുകൾ 2ഉം 3ഉം നേരമായി മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും 40-50 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഡോക്ടർ പറഞ്ഞ ഡോസിലാണ് കഴിക്കുന്നത്. വർഷങ്ങളായി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഡോക്ടർമാർ പറഞ്ഞ അളവിൽ കഴിക്കുന്ന മരുന്ന് 2-3 മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനം വരാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവുമായി പ്രതിപ്രവർത്തിക്കാം, നിങ്ങൾ കഴിക്കുന്ന കോളയുമായി പ്രതിപ്രവർത്തിക്കാം, കാപ്പിയുമായും ചായയുമായും പ്രതിപ്രവർത്തിക്കാം. മദ്യം കഴിക്കുകയാണെങ്കിൽ പറയും വേണ്ട, പാരാസിറ്റമോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക് എന്നാണ് പറയുന്നത്. പാരാസിറ്റമോളും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്, മദ്യവും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്, എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും. പുതിയ പഠന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. അമേരിക്കൻ സർജൻ ജനറലും അത് പറയുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്കുള്ള ഒരു തകരാറാണ്, നിങ്ങൾ വർഷങ്ങളായി കുറഞ്ഞ ഡോസിൽ തന്നെ മരുന്ന് കഴിച്ചു വരികയാണ്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ നോർമൽ ഡോസിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നോർമൽ ഡോസ് ചിലപ്പോൾ ഓവർ ഡോസായിട്ട് മാറി നിങ്ങളുടെ കരളും കിഡ്നിയും തകർത്തെന്ന് വരും. അതെങ്ങനെയാണ് നോർമൽ ഡോസിൽ കഴിക്കുന്ന ഒരു സാധനം ഓവർ ഡോസായിട്ട് മാറുന്നത്? നമ്മൾ കൂടുതൽ കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, നിങ്ങൾ കൂടുതൽ കഴിക്കണമെന്നില്ല. നിങ്ങൾ നോർമൽ ഡോസ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ദുർബലമാകുന്ന, വീക്കാകുന്ന, അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ അവയവത്തിനൊരു ചെറിയ പ്രയാസങ്ങൾ വരുന്ന, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ഒന്ന് കുറയുന്ന, ആരോഗ്യം കുറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന നോർമൽ ഡോസും ഹൈ ഡോസിൻ്റെ, ഓവർ ഡോസിൻ്റെ ഫലമാണ് ഉണ്ടാക്കുക, തകരാറാണ് ഉണ്ടാക്കുക, അടികിട്ടാം. അപ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ അവിടെ പറഞ്ഞു, മറുപടി ഉണ്ടായില്ല. തൃശ്ശൂരിൽ നിന്ന് സാഹിതിയുടെ ഉണ്ണികൃഷ്ണൻ ഒരു സംവാദത്തിന് ഈ സാഹിത്യ അക്കാദമിയിൽ നടന്ന ഡോക്ടർ ജോസ്റ്റിനുമായി നടന്ന സംവാദത്തിലും ധാരാളം പേർക്ക് അലോപ്പതിയെ ന്യായീകരിച്ച് വിജയിക്കാൻ, പിടിച്ചു നിൽക്കാൻ പോലും ഇന്ന് അലോപ്പതിക്കാർക്ക് പറ്റുന്നില്ല എന്നൊരു ധാരണയുണ്ടാക്കി. പലരും പറഞ്ഞു, കരുതിയ പോലെ അല്ലല്ലോ, ഇതൊക്കെ മെഡിക്കൽ ടെക്സ്റ്റിലുണ്ടോ? പനി മരുന്ന് കഴിച്ചു മാറ്റരുത് എന്ന് പ്രകൃതി ചികിത്സകർ പറയും. പച്ചവെള്ളം കുടിച്ച്, ധാരാളം വെള്ളം കുടിച്ച് ഉപവസിക്കുകയാണ് വേണ്ടത് എന്ന് പറയും. മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റിൽ ഉപവസിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നില്ല. പക്ഷെ പനിക്ക് ധാരാളം വെള്ളം കുടിച്ച് വിശ്രമിക്കാൻ മോഡേൺ മെഡിക്കൽ സയൻസ് ടെക്സ്റ്റ് പറയുന്നുണ്ട്. ധാരാളം വെള്ളം കുടിച്ച് ചോറ് തിന്നാൻ പറഞ്ഞിട്ടില്ല, ഹലുവ തിന്നാൻ പറഞ്ഞിട്ടില്ല, ജിലേബി തിന്നാൻ പറഞ്ഞിട്ടില്ല, ചപ്പാത്തി തിന്നാനും പറഞ്ഞിട്ടില്ല. ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം തണുത്ത വെള്ളം കുടിക്കുക, ഐസ് വെള്ളത്തിൽ എനിമയെടുക്കുക, എല്ലാ പ്രകൃതി സാഹചര്യത്തിലും ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ 106 ഡിഗ്രി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ ഐസ് വെള്ളത്തിൽ മുക്കിക്കിടത്തുക, ആന്തരാവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ മിനിമം ടെമ്പറേച്ചർ, കോർ ടെമ്പറേച്ചറും കുറയാതെ ജാഗ്രത പാലിക്കുക, IV എടുക്കുക, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളേ ഉള്ളൂ. മെഡിക്കൽ ടെക്സ്റ്റ് വായിച്ചപ്പോൾ പലരും പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണോ മെഡിക്കൽ ടെക്സ്റ്റുകളിലുള്ളത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയതല്ലേ ആ പുസ്തകങ്ങൾ. അങ്ങനെ ആ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ പറയുന്നില്ല എന്ന്
അപ്പുറത്ത് ഇതെല്ലാം പഠിച്ചു വന്ന ഡോക്ടർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പ്രകൃതി ചികിത്സ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രമാണ്. ആരോഗ്യശാസ്ത്രം, സത്യസന്ധമായ ആരോഗ്യശാസ്ത്രം. നിങ്ങളെ ചതിച്ച്, നിങ്ങളെ അടിമയാക്കി, നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള താല്പര്യമില്ലാത്ത യഥാർത്ഥ ശാസ്ത്രം, പ്രകൃതിയുടെ ശാസ്ത്രം, അത് കാറ്റുപോലെ, നദിയുടെ ഒഴുക്ക് പോലെ, ആകാശത്ത് പറന്നു നടക്കുന്ന മേഘങ്ങൾ പോലെ, വായു പോലെ, വെയിൽ പോലെ, ആരോഗ്യം പോലെ, ജീവൻ പോലെ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നതാണ്. സൗജന്യമാണ്, സ്വാഭാവികമാണ്, പ്രകൃതിയാ ഉള്ളതാണ്. രോഗശമനവും പ്രകൃതിയാ തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ്, നടക്കുന്നൊരു കാര്യമാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യർ അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നീട് കച്ചവട താല്പര്യങ്ങൾ, വൈദ്യപ്രമാണി, ഗോത്രത്തലവൻ, മെഡിസിൻ മാൻ, പിന്നെ കുത്തക മരുന്ന് കമ്പനികൾ അവതരിച്ചതോടെ ഓരോ രോഗവും ഞങ്ങൾക്ക് കാശുണ്ടാക്കാൻ, നിങ്ങളുടെ രോഗം കൊണ്ട് പരമാവധി കാശുണ്ടാക്കുക, നിങ്ങളെ രോഗിയാക്കി പരമാവധി കാശുണ്ടാക്കുക, അങ്ങനെയെല്ലാം മാറിപ്പോയതാണ്. അതുകൊണ്ട് അവർ സംഘടിതമായി കോടികൾ മുടക്കിയാണ് ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്നത്. പ്രകൃതി ചികിത്സ കിരാതമാണ്, പ്രാകൃതമാണ്. അയ്യേ, അലോപ്പതി ചികിത്സ മനോഹരമാണ്. എത്ര ഭംഗിയുള്ള ഗുളികന്മാരെയാണ് ഞങ്ങൾ സുന്ദരങ്ങളായ കൂടുകളിൽ നിറച്ച് നിങ്ങൾക്ക് തരുന്നത്. കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട ശാസ്ത്ര അജ്ഞന്മാർ വിഹരിക്കുന്ന മേഖലയാണ്. ഏതായാലും കുറെ കൂടെ പ്രകൃതി ചികിത്സയുടെ അന്തർഭാഗങ്ങളിലേക്ക് മുങ്ങാങ്കുളിയിടാനുള്ള ഒരവസരമായിട്ട് ഈ വരാൻ പോകുന്ന സംവാദത്തെ, ശ്രീ രവിചന്ദ്രനുമായിട്ടുള്ള സംവാദത്തെ ഞാൻ കാണുകയാണ്. എന്നെ ക്ഷണിച്ച പ്രവർത്തകർ പറയുന്നത്, സാറേ ഞങ്ങൾ ഏറ്റവും വലിയ ഹാളിലാണ് വെക്കുക, നല്ല പ്രചരണം കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരിലെ സാറിൻ്റെ സംവാദത്തിൽ ഞങ്ങളുമൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് അവിടെ അന്ന് ആ ഡോക്ടർക്ക് അത്ര മറുപടി പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറേ കൂടെ കരുത്തനായ ഒരാൾ തന്നെ സാറിനെ നേരിടാൻ വേണം എന്നൊരു നിർദ്ദേശമാണ് ഞങ്ങളുടെ പലരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതനുസരിച്ചാണ് ഞങ്ങൾ ശ്രീ രവിചന്ദ്രനെ ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന് മെസ്സേജുകൾ അയച്ചു. അപ്പോൾ മറുപടി വന്നിട്ടുള്ളത് ഏപ്രിൽ അവസാനം വരെ ഞാൻ തിരക്കിലാണ്, അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു, സാറിൻ്റെ ഡേറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടത് അദ്ദേഹം തരുന്ന ഡേറ്റിൽ സാറ് ഡേറ്റ് തരുമോ എന്നുള്ളതാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ 1, 2, 3 ഡേറ്റുകൾ വാങ്ങുക, എൻ്റെ ഡേറ്റുമായിട്ട് ഒത്തുപോകുന്നൊരു തീയതി നമുക്ക് പിന്നീട് തിരഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് അവരങ്ങനെ തന്നെ സമ്മതിച്ചിട്ടാണ് ഫോൺ വെച്ചിട്ടുള്ളത്. ഏതായാലും ഒരിക്കൽ ശ്രീ രവിചന്ദ്രനുമായി ഞാനൊരു സംവാദം തിരുവനന്തപുരത്ത് നടത്തിയതാണ്. അത് വാക്സിനെ കുറിച്ചായിരുന്നു. അന്ന് വാക്സിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും സദസ്സിന് പുതിയതായിരുന്നു. ഒരു വാക്സിൻ കോടതി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. നാഷണൽ ചൈൽഡ്ഹുഡ് വാക്സിൻ ഇഞ്ചുറി ആക്ട് 1986. നമ്മളെ എതിർക്കുന്ന ആളുകൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ സദസ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വാക്സിൻ ഇഞ്ചുറി ആക്റ്റാണ്, വാക്സിൻ ആക്റ്റ് അല്ല. വാക്സിൻ കോടതി അറിയില്ല. കുറച്ചുപേര് കൈവക്കി. അത് നമ്മുടെ പ്രവർത്തകരിൽ പലരും ഉണ്ടായിരുന്നവരാണ്. അവർ ചിലർ കൈവക്കിയതല്ലാതെ ഡോക്ടർമാർക്ക് പോലും വാക്സിൻ മുഴുവനും ഭയങ്കര ഗുണം ചെയ്യുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നതല്ലാതെ, പഠിച്ചിരിക്കുന്നതല്ലാതെ അതുകൊണ്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്, അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന $600 ലക്ഷം ഇതിനോടകം അമേരിക്കയിലെ വാക്സിൻ കോടതി 1986 ശേഷം നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് പോലും അറിയില്ല. ഏതായാലും അന്ന് ശ്രീ രവിചന്ദ്രൻ ഒരു കാര്യം സമ്മതിച്ചു, ആരോഗ്യമില്ലാത്ത കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാൻ പാടില്ല, നിയമമുണ്ട്. അപ്പോൾ
ആരോഗ്യമുള്ള കുട്ടികൾക്ക് എന്തിനാണ് വാക്സിൻ? ഏത് രോഗത്തെയും പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കും. ആരോഗ്യമില്ലാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ ആർക്കറിയാം? അങ്ങനെ രസകരമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ സംവാദം. പലർക്കും കണ്ണു തുറക്കാൻ, കൂടുതൽ പഠിക്കാൻ താല്പര്യമുണർത്തിയ ഒരു സംവാദമായിരുന്നു. നിരന്തരം സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾ കൂടിയാണ് സി രവിചന്ദ്രൻ. അദ്ദേഹവുമായിട്ട് വീണ്ടും ഒരു സംവാദത്തിന് സമയം കിട്ടുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എത്രയും വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സംവാദത്തിൻ്റെ തീയതി ഞാൻ നിങ്ങളെ അറിയിക്കാം. നന്ദി, നമസ്കാരം.